ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്, ഡോപ്പയിൽ നിന്നാണ്. സോ നമ്മൾ നീറ്റ് എക്സാമിലേക്ക് പോകുന്ന അവസാന ദിവസങ്ങളാണ്. ഇനി 3-4 ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. സോ ഈ 3-4 ദിവസങ്ങളിൽ നമ്മൾക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു കൂൾ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഒട്ടും ആങ്ഷ്യസ് അല്ലാത്ത, ഒട്ടും നെർവസ് അല്ലാത്ത, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മനസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ എത്രത്തോളം പഠിച്ച ആളാണെങ്കിലും, തീരെ പഠിക്കാത്ത ആളാണെങ്കിലും, ക്വാളിഫിക്കേഷൻ മാത്രം ട്രൈ ചെയ്യുന്ന ആളാണെങ്കിലും, ടോപ്പർ ആണെങ്കിലും, എസ്പെഷ്യലി ടോപ്പേഴ്സ് ആണെങ്കിലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ. സോ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലതരത്തിൽ നമ്മളുടെ ചുറ്റും സംസാരിക്കുന്ന ആളുകളാണ്. നമ്മളെ പറ്റി വളരെയധികം കെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ മാതാപിതാക്കൾ. അവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് എല്ലായ്പ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. മോനെ പരീക്ഷ എഴുതിയോ, പരീക്ഷ എന്തായി, ആ പരീക്ഷയ്ക്ക് എത്ര റാങ്ക് ഉണ്ട്, മോക്ക് എക്സാം എങ്ങനെയുണ്ട്, OMR ബബിൾ ചെയ്തോ, നീ OMR ബബിൾ ചെയ്ത് തീർന്നോ, സ്പീഡ് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയോട് പറയണേ, അല്ലെങ്കിൽ അച്ഛനോട് പറയണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മോനെ എന്തെങ്കിലും എക്സ്ട്രാ ഭക്ഷണം വേണോ. ഇടയ്ക്ക് നമ്മൾ വളരെ സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയും അച്ഛനും വന്നിട്ട് മോനെ ഒരു ഗ്ലാസ് പാല് തരട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക, നീ കുറച്ച് നേരം കിടന്ന് ഉറങ്ങ് എന്നൊക്കെ അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള കരുതൽ കൊണ്ടാണ്. സോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു തീ പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. നമ്മൾ ചില നേരത്ത് വല്ലാത്ത ടെൻഷൻ അടിക്കുന്ന സമയങ്ങളിലായിരിക്കും ഇവരിങ്ങനെ വന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തടിച്ച പോലെ അമ്മയുടെ പണി നോക്കിയാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ്റെ പണി നോക്കിയാൽ മതി, അച്ഛൻ ഇതിനകത്ത് ഇടപെടാൻ വരണ്ട, അമ്മയ്ക്ക് ഇതെന്തിന് അന്വേഷിക്കുന്ന കാര്യം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അവർ കെയർ കൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആൻഡ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതുപോലുള്ള ആളുകളോട് നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുന്ന സമയത്ത് അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് കെയർ ചെയ്യുന്ന ആളുകൾ, ഇനി കെയർ ചെയ്യാത്ത ആളുകളുണ്ടാവും. നമ്മളെ ചൊറിയാൻ വേണ്ടി, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ മോനെ നോക്ക്, അവൻ എത്ര നല്ലോണം പഠിക്കുന്നത്, എന്നിട്ട് കിട്ടിയില്ല, പിന്നെ നിനക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന ചൊറിയുന്ന ആളുകളുണ്ടാവും. സോ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡ് ആക്കാതിരിക്കുക എന്നുള്ളത്. സോ അമ്മയും അച്ഛനും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അച്ഛൻ വന്നിട്ട് പഠിച്ചു കഴിഞ്ഞു പറയാം, കുഴപ്പമില്ലായിരുന്നു വെച്ചാൽ സാവധാനമായിട്ടുള്ളൂ, ഞാൻ നോക്കിക്കോളാം, പ്രശ്നമില്ല എന്നുള്ള നിലയിൽ ജസ്റ്റ് ഒന്ന് ചിരിച്ച് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ചെറിയൊരു മറുപടി കൊടുത്ത് അവരെ അങ്ങ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ചൊറിയാൻ വരുന്ന ആളുകളെയും പതിയെ അങ്ങ് ഒഴിവാക്കുക. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്കാണ്. അതിൽ നമുക്ക് ഏറ്റവും ഏകാഗ്രമായ, ഏറ്റവും വൃത്തിയായി ചിന്തിക്കുന്ന ഒരു മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് ഈ സമയത്ത് തോന്നി. കാരണം ഒരുപാട് പേരൻസും ഒരുപാട് കുട്ടികളും പറയുന്നുണ്ട്. ചില പേരൻസ് പറയുന്നു, കുട്ടി എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, ഞാൻ ചോദിക്കുന്നതിനൊന്നും കൃത്യമായ മറുപടി തരുന്നില്ല. ചില കുട്ടികൾ പറയുന്നു, അമ്മ എപ്പോഴും എന്നെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ അത് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ അത് ചോദിക്കുകയാണ്. സോ കുട്ടികളും ശ്രദ്ധിക്കുക, അതുപോലെ ഇത് കേൾക്കുന്ന പേരൻസ് ശ്രദ്ധിക്കുക. സോ ഈ ഒരു നിലയിൽ മാത്രം, കാരണം ഇനിയുള്ള 3-4 ദിവസങ്ങളിൽ ആർക്കും ആരുടെയും പെരുമാറ്റങ്ങൾ ശരിയാക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കലോ ഒന്നുമല്ല നമ്മളുടെ ജോലി. നമ്മളുടെ ജോലി നീറ്റ് എക്സാമിന് നല്ല റാങ്ക് മേടിക്കുക, നല്ല സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. സോ ഈ ഒരു സമയത്ത് എല്ലാം സമചിത്തതയോടുകൂടി വളരെ സമാധാനപരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും, പിന്നെ ചില കാര്യങ്ങളെല്ലാം അവരുടെ ഓവർ കെയർ കൊണ്ടാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നീറ്റിന് അടിപൊളി മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് താങ്ക് യു so much for watching this thing. Any more thing, ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യം നീറ്റായിട്ട് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. ബൈ ബൈ.